അസ്സലാമു അലൈക്കും. അന്ത്യനാളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു അധ്യായം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. അധ്യായം 77 സൂറ മുർസലാത്തിലെ 1 മുതൽ 50 വരെയുള്ള സൂക്തങ്ങൾ. അത് പരമാവധി ചുരുക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തുടരെ തുടരെ അയക്കപ്പെടുന്നവയും ശക്തിയായി ആഞ്ഞടിക്കുന്നവയും പരക്കെ വ്യാപിക്കുന്നവയും വേർതിരിച്ച് വിവേചനം ചെയ്യുന്നവയും ദിവ്യ സന്ദേശം ഇട്ട് കൊടുക്കുന്നവയുമായിട്ടുള്ളവയെ തന്നെയാകുന്നു സത്യം. അപ്പോൾ ദിവ്യ സന്ദേശം ഇട്ട് കൊടുക്കുന്ന ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് അവിടെ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് മുന്നേ പറയുന്ന ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ സൃഷ്ടാവിന്റെ കൈകളെന്ന അംശത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ട് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഒഴിവ് കഴിവ് കൊണ്ടോ താക്കീത് കൊണ്ടോ തീർച്ചയായും നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന കാര്യം സംഭവിക്കുന്നത് തന്നെയാകുന്നു. അപ്പൊ നമുക്ക് താക്കീത് ചെയ്യപ്പെടുന്ന കാര്യമാണ് അന്ത്യനാൾ എന്ന് പറയുന്നത്. നക്ഷത്രങ്ങളുടെ പ്രകാശം മായ്ക്കപ്പെടുകയും ആകാശം പിളർത്തപ്പെടുകയും പർവ്വതങ്ങൾ പൊടിക്കപ്പെടുകയും ദൂതന്മാർക്ക് സമയം നിർണയിച്ചു കൊടുക്കപ്പെടുകയും ചെയ്താൽ. ഇപ്പൊ ഇവിടെ മുന്നേ ദിവ്യ സന്ദേശം ഇട്ട് കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ദൂതന്മാർക്ക് സമയം നിർണയിച്ചു കൊടുക്കുകയും ചെയ്താൽ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മറ്റൊരു പ്രവാചകനെ നമുക്ക് വരില്ല എന്നുള്ളത്. ലോക സമാധാനത്തിന് വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചൊരു വ്യക്തി ഉണ്ട്, അഥവാ നമ്മളൊക്കെ കാത്തിരിക്കുന്ന മഹദി ഇമാം. അപ്പോൾ ഈ അന്ത്യകാലഘട്ടത്തിൽ ദൂതന്മാർക്ക് സമയം നിർണയിച്ച് കൊടുക്കുകയും ചെയ്താൽ എന്ന് പറയുമ്പോൾ അവസാനത്തെ ഒരു ദൂതനാണ് മഹദി ഇമാം എന്നുണ്ടെങ്കിൽ അതിനൊരു സമയം ഉണ്ടാവും. ആ ഒരു ടൈമും കഴിഞ്ഞാലാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുക എന്നാണ് ഇവിടെ ഈ ഒരു സൂചന പറയുന്നത്. ഇതാണ് ആദ്യം തന്നെ പറയുന്നുണ്ടല്ലോ, ദിവ്യ സന്ദേശം ഇട്ട് കൊടുക്കുകയും ചെയ്താൽ. അപ്പോൾ പ്രവാചകന്മാർക്ക് ശേഷം പിന്നെ അവശേഷിക്കുന്നത് മുബശ്ശിറാത്തുകൾ മാത്രമാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നങ്ങള്, സന്ദേശങ്ങള്. ഏതൊരു ദിവസത്തേക്കാണ് അവർക്ക് അവധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്? തീരുമാനത്തിന്റെ ദിവസത്തേക്ക്. ആ തീരുമാനത്തിന്റെ ദിവസം എന്താണെന്ന് നിനക്കറിയാമോ? അന്നേ ദിവസം നിഷേധിച്ച് തള്ളിയവർക്കാവുന്നു നാശം. പൂർവികന്മാരെ നാം നശിപ്പിച്ചു കളഞ്ഞില്ലേ, പിന്നീട് പിൻഗാമികളെയും അവരുടെ പിന്നാലെ നാം അയക്കുന്നതാണ്. അപ്പൊ പൂർവികന്മാരെ എന്തിനാ നശിപ്പിച്ചു കളഞ്ഞത്? അവർക്ക് യഥാർത്ഥ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ, സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് അവരെ നിഷേധിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് അവരെ നശിപ്പിച്ചു കളഞ്ഞത്. അപ്പോൾ അതേ രീതിയിൽ പിൻഗാമികളെയും അവരുടെ പിന്നാലെ അയക്കും എന്ന് പറയുമ്പോൾ അവസാന കാലഘട്ടത്തിൽ പറയുമ്പോൾ ആ ഒരു ജനത അവർക്കും സത്യങ്ങൾ അറിയിച്ചു കൊടുക്കും. ആ സമയത്ത് അവർ നിഷേധിക്കും. അതുകൊണ്ടാണ് അവര് അതേപോലെ അയക്കുന്നു എന്ന് ഇവിടെ പറയുന്നത്. അപ്പൊ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞല്ലോ, ദിവ്യ സന്ദേശം ഇട്ട് കൊടുക്കും, ദൂതന്മാർക്ക് അവധി കൊടുക്കും. അപ്പൊ ആ ഒരു കാര്യമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്രകാരമാണ് നാം കുറ്റവാളികളെ കൊണ്ട് പ്രവർത്തിക്കുക. അന്നേ ദിവസം നിഷേധിച്ച് തള്ളിയവർക്കാവുന്ന നാശം. ഇതിൽ 10 തവണ ഈ ഒരു കാര്യം പറയുന്നത്. നിഷേധിച്ചവർക്കാണ് അന്ന് നാശം എന്നുള്ളത്. ഇനി ഏറ്റവും ലാസ്റ്റ് പറയുന്ന ഒരു കാര്യം, ഇനി 50 പറയുന്നത്, ഈ ഖുർആന് ശേഷം ഏതൊരു വർത്തമാനത്തിലാണ് അവർ വിശ്വസിക്കുന്നത്? അപ്പൊ അവസാന കാലഘട്ടത്തിൽ യഥാർത്ഥ സത്യങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ വെളിപ്പെടും. യഥാർത്ഥ സത്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. പക്ഷെ ആ സമയം നിഷേധിച്ച് തള്ളിയവർ ആരാണോ അവർക്ക് പിന്നെ അങ്ങോട്ട് നാശമാണെന്നാണ് ഇവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.